കൂട്ടുകാരെ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടമ്മമാർക്ക് പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീട്ടമ്മമാർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു ജോലിയാണ് തേങ്ങ ചിരണ്ടുക എന്നുള്ളത്. അതിന് ഞാൻ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം കൊല്ലം ബിഷപ്പ് നഗറിൽ ഇങ്ങനെ ഒരു മെഷീൻ കൊടുക്കുന്നുണ്ട് എന്ന് കേട്ട് ഞാനവിടെ പോയി 5 കൊല്ലം മുമ്പ് വാങ്ങിച്ച മെഷീനാണിത്. അന്ന് 3500 രൂപ, ഇന്ന് എത്രയാണ് വിലയെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഇപ്പോൾ എനിക്ക് ഇത് വീട്ടമ്മമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നി. എന്തൊക്കെയായിരുന്നാലും ഞാൻ ഇതിൻ്റെ പ്രവർത്തന രീതി കാണിച്ചു തരാം. അതിനു മുമ്പ് വീട്ടിലുള്ള വീട്ടമ്മമാരുടെ ഭർത്താക്കന്മാരോടാണ് പറയാനുള്ളത്, അവർ ജോലിഭാരം കുറയ്ക്കേണ്ടതിന് ഈ ഒരു മെഷീൻ വാങ്ങിച്ചു കൊടുത്താൽ എത്രയും നന്നായിരിക്കും. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ നിങ്ങളിത് ഒരെണ്ണം വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊടുക്കുക. അത് അവർക്കൊരു ഗിഫ്റ്റായിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇതുണ്ട്. കറണ്ടിൽ കുത്തുന്ന മെഷീനാണ്. ഇത് ഇതുണ്ട്. ഇത് അതിൻ്റെ ഇങ്ങനെ വെറുതെ ഊരിയെടുക്കാം കണ്ടോ. അതിൻ്റെ ഞാൻ ഇതിൻ്റെ നാക്കെന്ന് പറയും, നാക്ക്. ഇപ്പം ഞാൻ ഇച്ചിരി തേങ്ങ ചിരണ്ടി കഴിഞ്ഞപ്പോൾ ഓർത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. ഇതുണ്ട്. ഇതും ഇതുപോലെ തന്നെ ഊരിയെടുക്കാം പാത്രം കണ്ടോ. ഇതിന് വെറുതെ ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതും ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇതും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു സ്വിച്ചുണ്ട്. കറണ്ടിലെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ ശേഷം ഈ മെഷീൻ്റെ സ്വിച്ച് ഓണാക്കുമ്പോൾ ഇതാണ്ട് ഇതിങ്ങനെ കിടന്ന് കറങ്ങും. തേങ്ങ രണ്ടി കഴിയുമ്പോഴത്തോഴും ഇങ്ങനെ ഓഫാക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് തേങ്ങ ചിരണ്ടുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ്ട് ഈ മെഷീൻ ഇങ്ങനെ ഓണാക്കിയതിന് ശേഷം എളുപ്പമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഇതായിട്ട് തോന്നുന്നു. തേങ്ങ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. പെട്ടെന്ന് നിമിഷം നേരം. ഇത് ഇച്ചിരി ഉണങ്ങിയ തേങ്ങയാണല്ലോ, അതുകൊണ്ട് കൈ ഇങ്ങനെ പീസായിട്ട് നല്ല തേങ്ങ നല്ല രീതിയിൽ നമുക്ക് ചിരണ്ടിയിടും. നിമിഷം നേരം. ഇതണ്ടേ ഇതിൻ്റെ പെട്ടെന്ന് ഇതുപോലെ ഒരാഴ്ചത്തേക്കുള്ള തേങ്ങയൊക്കെ ഇതുപോലെ ചിരണ്ടി ഫ്രിഡ്ജിനകത്ത് അടച്ച് സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ പിന്നെ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോൾ ഇങ്ങനെ കൈ വിട്ട് പോലെ ചുമ്മാ കറിക്കൊണ്ടിരിക്കല്ല, വേറെ കുഴപ്പമില്ല. അങ്ങനെ ഓക്കെ, കണ്ടോ ഗേസ്, കണ്ടോ നിമിഷം നേരം കൊണ്ട് തേങ്ങ രണ്ട് തീർന്നുണ്ടോ. കണ്ടോ, ഇതിപ്പോൾ പീസായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ തേങ്ങയായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഉണങ്ങിപ്പോയ തേങ്ങ കൊപ്ര പോലെ ആയിപ്പോയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പീസായിട്ട് കിടക്കുന്നത്. ഇതുണ്ട്, ഞാനെടുത്ത് കാണിക്കാം. എന്നിട്ട് ഇത് നമുക്കെടുത്ത് ഇതിനകത്തുള്ളതൊക്കെ തൂത്ത് എടുത്തതിന് ശേഷം നമുക്കിത് കഴുകി വൃത്തിയാക്കി വെക്കാം. മെഷീൻ കഴുകരുത്, മെഷീൻ തുടച്ചെടുക്കാവുള്ളൂ. ഇതിൻ്റെ പാത്രം കണ്ടോ, തേങ്ങ കിട്ടിയത് കണ്ടോ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തരിതരിയായിട്ട് കിട്ടും, പക്ഷേ ഇത് ഉണങ്ങിയ തേങ്ങയായി പോയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. നന്നായിട്ട് കൊപ്രയായിപ്പോയ തേങ്ങയായിരുന്നു. അതിന് മുമ്പ് ഞാൻ ചിരണ്ടി വെച്ച തേങ്ങ ഞാൻ കാണിച്ചു തരാം. അത് പച്ച തേങ്ങയായിരുന്നു. ഏത് തേങ്ങയായാലും ചിരണ്ടാൻ നല്ല ഈസി ആയിട്ട് ചിരണ്ടിയെടുക്കാം. എന്നിട്ട് ഈ പാത്രം എല്ലാം കഴുകി നമുക്ക് സൂക്ഷിക്കാം, തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ മതി. എത്ര എളുപ്പമാണെന്നറിയോ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും മേടിക്കണം. ഇനി ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. കാരണം നമുക്ക് ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇതൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.